സിദ്ധു, ചില അന്തരീക്ഷം തെളിഞ്ഞ ദിവസങ്ങളിലെ സന്ധ്യക്ക് മുന്നേ ഇവിടെ വന്നിരിക്കണം എന്റെ സിദ്ധു. ഭയങ്കര രസാ. ചേച്ചി ഉണ്ടോ? എന്തോ ചേച്ചിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലേ? അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. അവൻ ആ വഴിക്ക് പോവായിരുന്നു, എന്തിനാ വിളിച്ചു വരുത്തണേ? അത് എന്തായിരുന്നു പരിപാടി രണ്ടുപേരും കൂടെ? ഞങ്ങളിങ്ങനെ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ ചേച്ചി പോയ വഴിക്ക് നമ്മുടെ ഉമേശ്വരനെ കണ്ടു കേട്ടോ, ജംഗ്ഷനിൽ വെച്ച്. എന്നിട്ട് പൊക്കിക്കൊണ്ട് വരാത്ത? അയ്യോ, എങ്ങനെ നൈസിന് വഴി അങ്ങ് പോയി. ഉമേശേട്ടാ അവിടെ കടയിൽ നിന്ന് ചേച്ചിയെ ഇവിടെ അമ്മൂമ്മ തിരക്കുണ്ടായിരുന്നു. തിരക്കുന്നുണ്ടായിരുന്ന അവിടെ പറയുന്നുണ്ടായിരുന്നു, അടുക്കള വെച്ചിട്ട് ലച്ചു എന്തോ സാധനം എടുത്ത് വെക്കത്തില്ലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. കുറ്റല്ല, അത് കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോ പറഞ്ഞു നിർത്തിക്കോളും. ചേച്ചി അങ്ങോട്ട് ചെല്ല്. നിനക്ക് എന്താടാ കുറച്ച് കഴിയുമ്പോ ഭയങ്കര തല്ലാവേ, ഇല്ലെങ്കിൽ വടി എടുത്തോണ്ട് ഇങ്ങോട്ട് ഞാൻ പോയിട്ട് വരാം. മാറി പോ പെട്ടെന്ന് ഇങ്ങോട്ട്. അളിയാ, എന്താടാ? ഞാൻ നൈസിൽ ചേച്ചിയെ പറഞ്ഞു വിട്ടതേ അളിയന്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനാണ്. എന്താടാ പറയാനുള്ളത്? പറ. ഞാനേ നമ്മുടെ ഉമേശേട്ടനെ കണ്ടെന്ന് പറഞ്ഞല്ലേ, ഉമേശേട്ടൻ നമ്മുടെ ബാലാപ്പൂപ്പിന്റെ കട നിൽക്കായിരുന്നു. അവിടെ നിന്ന് മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആണെങ്കിൽ നല്ല സൂപ്പർ മുറുക്കാനോട്. അപ്പൊ അങ്ങനെ നിന്ന കൂട്ടത്തില് ഞാൻ ഇങ്ങനെ ഓർത്ത്, അളിയ ഒരു ദിവസം പറഞ്ഞല്ലേ നാട്ടിൽ വന്നിട്ട് മുറുക്കിയില്ല ഒരു മുറുക്കാൻ കിട്ടിയായിരുന്നു, നീ കൊള്ളായിരുന്നു എന്നൊക്കെ. അളിയന് മുറുക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? മുറുക്കാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയാ മുറുക്കും. കിട്ടിയാ മുറുക്കും. ഉറപ്പാണ്? പിന്നെ അളിയ നല്ല സെറ്റ് സാധനമാണ് കേട്ടാ. മുറുക്കി നോക്ക്, എന്നിട്ട് പറ. അളിയാ, ഈ വെറ്റിലുണ്ടല്ലോ ഒട്ടും അങ്ങോട്ട് മൂക്കാനും പാടില്ല എന്നും പറഞ്ഞ് കിളിന്താവാനും പാടില്ല. അളിയാ, ഒന്ന് എടുത്താ. ഓ അങ്ങനെ അളിയന്റെ കൈ കൊണ്ടെങ്കിൽ അളിയന്റെ കൈ കൊണ്ട് അളിയാ. അളിയോ ഞാൻ തന്നെ വെക്കാം. അളിയോ, അളിയ ദുബായി പോയതിനു ശേഷം പിന്നെ മുറുക്കിയിട്ടേ ഇല്ലല്ലോ? ഇല്ല. അളിയൻ മുറുക്കണില്ലേ? അയ്യോ ഇല്ലളിയാ. മുറുക്കാറുണ്ടായിരുന്നോ? പണ്ടേ അപ്പൂപ്പനെ അറിയാതെ നൈസില് അപ്പൂപ്പന്റെ വെറ്റിലക്കിള്ളത്തിന്ന് വെറ്റിലച്ചില്ലത്തിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് മുറുക്കുമായിരുന്നു. ഒരു ദിവസം അമ്മൂമ്മ പിടിച്ചു കഴിഞ്ഞാൽ അറിയാലോ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. പുകയില വേണോ? പുകയില ആവാം. അത്രയും വേണ്ടാട്ടോ. അത്ര ഇട്ട് കഴിഞ്ഞാൽ അളിയന്റെ ഇച്ചിരി കൂടി ഇട്ടോ. ഇനിയും ശരി. പിന്നെ ശരി, പാക്ക് ആവാം. അളിയാ സ്ട്രോങ് ആണ് അളിയൻ. എന്നടാ അവള് സ്ട്രോങ് അല്ലടാ. എന്നാ പിടിച്ചോളാ. അങ്ങനല്ല. എങ്ങനുണ്ട്? ഈ മുറുക്കാനുണ്ടല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. പഴയ വൈബ് ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല. ഡ്യൂപ്ലിക്കേറ്റാ. മുറുക്കാനോ? ഡ്യൂപ്ലിക്കേറ്റോ? ഇതാണോ നീ വലിയ കാര്യത്തെ കൊണ്ടുപോകുന്നത്? അയ്യോ, അത് ചിലപ്പോഴേ തന്ന ഇല മൂത്തു പോയോണ്ട് തോന്നിയതായിരിക്കും കേട്ടാ. എനിക്ക് തോന്നുന്നു എല്ലാ ഇലയും മൂത്തിരിക്കുന്നു. നമ്മുടെ ആ സൈഡില് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെറ്റിലോ ഉണ്ടെന്നോ. അയ്യോ, മൊത്തം മുളക്. അളയാ ഇല്ലളിയാ, ഇല്ല ഈ മൂലയ്ക്ക് ഇല്ല. ചിലപ്പോ അതിനകത്തില്ലോ. അയ്യോ അളിയാ, അത് വെറ്റിലല്ല കേട്ടാ, കുരുമുളക്. അളിയാ 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 അളിയ എന്തൊറ്റി? അളിയോ അളിയോ അളിയാ അളിയോ അളിയാ ചുരുക്കി. ചേച്ചേ ലച്ചാച്ചേ, അളിയൻ പോയേ. എന്താ അളിയോ
എന്താ ചേച്ചി അളിയൻ ദൈവമേ, പാമ്പൂത്തിയാ. സിത്തു, അല്ല പാമ്പല്ല പാമ്പല്ല അളിയൻ മറ്റേ മുറുക്കാൻ കഴിച്ചു. നീ മുറുക്കം കൊടുത്താടാ? ഞാൻ കൊടുത്തില്ല. പിന്നെ മുറുക്കാൻ കൊടുത്തോ? കൊടുത്തവനെ ചൊരിക്കതാ. ഇതിപ്പോ പിടിച്ച് എണീപ്പിക്ക്, ബാ. മോനെ, സിത്തേ, തൂക്ക്. സിത്തു, എണീക്ക്, എണീക്ക്. ഒന്ന് എഴുന്നേറ്റേ. അമ്മൂമ്മ മാറിയില്ല അമ്മൂമ്മ നടുവല്ല ഉളുക്കും. ഞാൻ പണ്ടേ പറയാറില്ലേ അമ്മൂമ്മേ, ഈ ചെറുക്കന്റെ കുടുംബം നശിപ്പിക്കൂന്ന്.